ഹായ് ഹലോ എല്ലാവർക്കും ട്രിവാൻഡ്രം ബേസ്ഡ് കേരളന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോഴ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാർബറേറ്റർ ആണ് ഈ കാണുന്നത്. ഇത് PWK കാർബറേറ്റർ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും അധികം ഉള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ആൾക്കാരെല്ലാവരും വാങ്ങി RX100ലും 135 വയ്ക്കുന്ന ഒരു കാർബാണ്. അപ്പോൾ എല്ലാവരും എന്തിനാണ് ഈ ഒരു കാർബ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോയാണ് ഇത്. അപ്പോൾ എന്തുകൊണ്ടാണ് PWK കാർബറേറ്റർ നല്ലതാണ് വെഞ്ചറി മീറ്റഡിനെ അപേക്ഷിച്ച്? ഇതിനെ വെഞ്ചറി മീറ്റഡ് കാർബറേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറയുന്നത് മിക്കുനിയുടെ തന്നെ VM22 എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ മിക്കുനി നിങ്ങൾ കേട്ട് കാണും. ഏറ്റവും അധികം ജാപ്പനീസ് ബൈക്കുകളിൽ വരുന്ന ഒരു കാർബറേറ്റർ ബ്രാൻഡാണ് മിക്കുനി കോർപ്പിന്റെ കാർബറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 20, 22, 24, 26, 28, 30, 34 അങ്ങനെ പല സൈസുകളിൽ നമുക്ക് മിക്കുനിക്ക് സാധാരണ കാർബറേറ്ററുകൾ വരാറുണ്ട്. മിക്കുനിക്ക് മെയിൻ ആയിട്ട് VM എന്ന് പറഞ്ഞാൽ വെഞ്ചറി മീറ്റേഡ് വരുന്ന ടൈപ്പ്, അത് കഴിഞ്ഞിട്ട് CV എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി കാർബറേറ്റർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്ലാറ്റ് സ്ലൈഡ് TM എന്ന് പറയും. TM എന്ന് പറയുന്നത് ഫ്ലാറ്റ് സ്ലൈഡുമാണ്. അങ്ങനെ 3 ടൈപ്പുള്ള മിക്കുനിയിലാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതാണ് കെഹിൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കാർബറേറ്റർ. ഇതിൽ അധികമായിട്ടും വരുന്നത് PE എന്നാണ് പറയുന്നത്. ഈ നമ്മുടെ ഈ റൗണ്ട് സ്ലൈഡില്ലേ, അതിന് മിക്കുനിയിൽ VM റൗണ്ട് സ്ലൈഡാണ്. ഇനി കെഹിനിൽ വരുമ്പോഴത്തേക്ക് PE എന്ന് പറയുന്ന ബ്രാൻഡാണ് അതിന്റെ റൗണ്ട് സ്ലൈഡ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് മിക്കുനിക്ക് ഫ്ലാറ്റ് സ്ലൈഡിന് TM എന്നാണ് പറയുന്നത്. പക്ഷെ കെഹിനിൽ TM എന്ന് അല്ല പറയുന്നത്. കെഹിന് ഫ്ലാറ്റ് സ്ലൈഡ് കാർബറേറ്ററുകളും വളരെ കുറവാണ്. പക്ഷെ അവൾക്ക് ഏറ്റവും അധികം ഉള്ളത് D സ്ലൈഡ് കാർബറേറ്ററാണ്. അപ്പൊ ഈ ഫ്ലാറ്റ് സ്ലൈഡ്, D സ്ലൈഡ്, ഇനി റൗണ്ട് സ്ലൈഡ് എന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിനകത്തില്ലേ, ഇതിനകത്തൊരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിനെയാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത് വട്ടമാണെങ്കിൽ അതിനെ പറയുന്നതാണ് റൗണ്ട് സ്ലൈഡ്. ഇനി ഇത് D പോലെ എഴുതിയ ഷേപ്പിലാണെങ്കിൽ, അതായത് ഇതിന്റെ പകുതി വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു D എഴുതിയ പോലെ ഇരിക്കും, അതാണെങ്കിൽ D സ്ലൈഡ് ആണ്. ഇത് D സ്ലൈഡ് ആണ്. D സ്ലൈഡ് ആണെന്ന് പറയുന്നതിന് കാരണം കണ്ടോ, ഇതിന്റെ ഒരു സ്ലൈഡ് ഫ്ലാറ്റും അപ്പുറത്തെ സൈഡ് കണ്ട കർവുമാണ്. ഇവിടെ കർവാണ്, ഇവിടെ ഫ്ലാറ്റുമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇതാണ് എന്താ പറയുക, D സ്ലൈഡ്. ഇനി വേറെ ഒന്നോടുണ്ട്, മിക്കുനിയുടെ തന്നെ TMൽ വരുന്ന ഫ്ലാറ്റ് സ്ലൈഡ്. അതിൽ ഈ റൗണ്ടും ആയിരിക്കില്ല, D ആയിരിക്കില്ല, പകരം ചതുരം പീസായിരിക്കും. ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് പകരം ഒരു ചതുരം പീസായിരിക്കും നമ്മുടെ ഈ സെന്ററിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാർബറേറ്ററുകളെ തിരിച്ചറിയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം. എന്തുകൊണ്ടാണ് ഇതിന് ഗുണം കുറവും ഇതിന് ഗുണം കൂടുതലും? അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ 2 കാർബറേറ്ററിനെയും ഉണ്ടോ ഒരു കറക്റ്റ് ഹൈറ്റിൽ ഞാൻ എന്താണ്ട് കണ്ടില്ലേ, 2 എണ്ണത്തിന് ഇങ്ങനെ കുത്തി വെക്കുകയാണേ. ഇത് കണ്ടില്ലേ, ഇതിന് ഹൈറ്റ് കുറച്ച് കൂടുതലും ഇതിന് ഹൈറ്റ് കുറച്ച് കുറവുമാണ്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം. ഇത് 22 mm ഇത് 26 mm ആണ്. നിയമപ്രകാരം 22 mm ഹൈറ്റ് കൂടുതലായിരിക്കണം 26 mm. പക്ഷേ ഇതിന്റെ ഹൈറ്റ് വളരെ കുറവാണ്. ഇതിന്റെ ഹൈറ്റ് കുറയുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് ഇതിന് കുറവായിരിക്കും. ഓക്കെ, മറിച്ച് ഇതിലാണെങ്കിൽ ആ ലെങ്ത് കൂടുതലായിരിക്കും. അതിപ്പോ ഞാനില്ലേ ഇത് വെച്ചിട്ട് അളന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കോ, ഇത് മിക്കുനിയുടെ കാർബ്, സോറി ഇത് നമ്മുടെ PWKന്റെ ടോട്ടൽ ഉണ്ടോ 81.9 ഉള്ളേ. അതേസമയം നമ്മുടെ മിക്കുനി എടുത്തു കഴിഞ്ഞാൽ കണ്ടോ 83.5. അതെ, ഒരു 1 mm ഉണ്ടോ, ഒരു 1 mm ലെങ്തിൽ തന്നെ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ലെങ്ത് വ്യത്യാസം വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവഴി പോകുന്ന എയർ ഫ്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു കാർബറേറ്റർ എന്ന് പറയുന്നത് വെഞ്ചറി ഇഫക്റ്റ് വെച്ചിട്ടാണ് വർക്ക് ആവുന്നത്. അതായത് ഇതൊരു വെഞ്ചറിയാണ്, ഇവിടെ ഡയമീറ്റർ കൂടുതലും ഇവിടെ ഡയമീറ്റർ കുറവും. അപ്പൊ ഇതുവഴി പോകുന്ന എയറിന്റെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്തുള്ള എയറിന്റെ പ്രഷർ കുറയും. ഇവിടെ പ്രഷർ കുറയുകയും ഇതിന്റെ അടിയിൽ പ്രഷർ കൂടുകയും ചെയ്യുന്ന സമയത്ത് പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്യൂലിന് പാസേജ് സംഭവിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പ്രഷർ കുറവ്, ഇവിടെ പ്രഷർ കൂടുതൽ. ഇതിനകത്ത് എങ്ങനെയാണ് പ്രഷർ കൂടുതൽ എന്ന് പറഞ്ഞാൽ, ഈ ഫ്ലോട്ടിന്റെ ചേംബറിന്റെ അകത്ത് നിന്ന് ഒരു കണക്ഷൻ വെളിയിലേക്ക് ഇതാ പോയിട്ടുണ്ട്. ഇതാണ് ആ കണക്ഷൻ. ഇത് അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള സ്റ്റാൻഡേർഡ് എയർ പ്രഷർ ഈ പൈപ്പ് വഴി കയറി ഈ ഫ്യൂലിന്റെ മണ്ടയിൽ എക്സേർട്ട് ചെയ്യും. അപ്പൊ ഈ ഫ്യൂലിന്റെ മണ്ടയിൽ എക്സേർട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ ഫ്യൂലിന്റെ മണ്ടയിൽ ഒരു പ്രഷർ വർക്കാവും. അപ്പൊ ഇതുവഴി എയർ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വെലോസിറ്റി കൂടുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള എയർ പ്രഷർ കുറയുന്നു. അപ്പോൾ ഇതിനകത്ത് എയർ പ്രഷർ കുറവും അടിയിൽ എയർ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മണ്ടേന്ന് എക്സേർട്ട് ആവുകയും ചെയ്യുമ്പോൾ തന്നെത്താനെ ഈ ഇതിനകത്തുള്ള ഫ്യൂലിനെ വെളിയിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ തള്ളി അകത്തൂടെ കയറ്റി ഈ സെന്ററിലേക്ക് പുഷ് ചെയ്യും. അപ്പോൾ ഇതുവഴി നല്ല സ്പ്രേ പോലെ ഇത് വർക്ക് ചെയ്ത് ഒരു അറ്റമൈസ്ഡ് ഫോമിൽ എയർ ഫ്യൂൽ മിക്സർ എഞ്ചിനകത്തോട്ടും പോകും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലെങ്ത് കുറച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതുവഴി പോകുന്ന എയറിന്റെ വെലോസിറ്റി വീണ്ടും നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ ഇതുവഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലിന്റെ സ്ട്രെങ്തും കൂടും. ഇങ്ങനെ ഈ ഫ്യൂല് പൊങ്ങി വരുന്ന പരിപാടിനെ സിഗ്നൽ എന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ സിഗ്നൽ കൂടുമ്പോഴത്തേക്ക് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നല്ല അറ്റോമൈസേഷൻ നടക്കും,
കറക്റ്റ് എയർ ഫ്യൂൽ മിക്സർ എഞ്ചിനകത്തേക്ക് പോകും. ഓക്കെ, പിന്നെ ഒരു ഉപയോഗം കൂടെ ഉണ്ട് ഇതിന്, ഏത് നമ്മുടെ വെഞ്ചറി മീറ്ററിനെ അപേക്ഷിച്ച്. അതാണ് ഇത് നമുക്ക് ഒരു നോർമൽ ജെറ്റ് സൈസ് ഇട്ട് കഴിഞ്ഞാലും ഓവറായിട്ട് നമുക്ക് ഫ്യൂല് കയറി വരും. കാരണം ഇതുവഴിയുള്ള സിഗ്നൽ കൂടുതലാണ്. അപ്പോൾ അധികമായിട്ട് എയർ അല്ല ഫ്യൂല് കയറി വരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിന്റെ വെലോസിറ്റി കൂടുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എയർ ഫ്യൂലിന്റെ ആ ഒരു ഫ്ലോയിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇതായിരുന്നു PWKന്റെ ഗുണം. അപ്പോൾ ഇനി വെഞ്ചുറി എന്തുകൊണ്ടാണ് അവിടെ നമ്മുടെ ഈ എയർ വെലോസിറ്റി കുറയുന്നതെന്ന് മനസ്സിലായി. ഇതിന്റെ ലെങ്ത് കൂടുതലാണ്, അപ്പോൾ എയറിന്റെ വെലോസിറ്റി കുറയും. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറച്ച് കുറവായിരിക്കും ഇതിനെ അപേക്ഷിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്ലൈഡ് പൊങ്ങുമ്പോഴത്തേക്ക് വലിയ ബിഗ് ജെറ്റ് സൈസുകൾ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടിക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫ്യൂൽ എത്തിക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൽ നമുക്ക് അബ്ജക്റ്റിങ് ചെയ്യുന്ന സമയത്ത് അതേ ജെറ്റ് നമ്മൾ ഇതിലിട്ട് കൊടുത്താൽ അധികം ഫ്യൂല് കയറ്റി വരും. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ 4 സ്ട്രോക്കിനെ അപേക്ഷിച്ച് 2 സ്ട്രോക്കിന് സിഗ്നൽ സ്ട്രെങ്ത് കുറവായിരിക്കും. കാരണം 4 സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്വത്തിന് നല്ല സ്ട്രെങ്ത് കൂടുതലായിരിക്കും. 2 സ്ട്രോക്കിന് അത്രയും വാക്വം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് 2 സ്ട്രോക്കിന്റെയും 4 സ്ട്രോക്കിന്റെയും ഏറ്റവും വലിയൊരു വ്യത്യാസവും. 4 സ്ട്രോക്ക് കുറച്ചുകൂടെ ബലം പ്രയോഗിച്ചാണ് സ്ട്രെങ്ത്, അതായത് ആ സിഗ്നൽ ഉണ്ടല്ലോ, സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഒപ്പം തന്നെ ആ വാക്വത്തിന്റെയും സ്ട്രെങ്ത് കൂടുതലായിരിക്കും. പക്ഷേ നമ്മുടെ 2 സ്ട്രോക്കിന് അത് കുറച്ച് കുറവാണ്. അതാണ് ഒരു ഡീമെരിറ്റ്. ഇപ്പൊ 135 cc ആണെങ്കിലും നമുക്ക് അത്രയും CCയിൽ പെട്രോളിനെ എത്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ 4 സ്ട്രോക്കിന് പറ്റും. അത് 2 സ്ട്രോക്കിന്റെ ഒരു ഡീമെരിറ്റ് ആണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിപ്പോൾ ഒന്നാമത്തതായിരുന്നു വെലോസിറ്റി. ഇനി രണ്ടാമത്തത് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തതാണ് ടർബുലൻസ്. ഓക്കെ, അപ്പോൾ ടർബുലൻസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ഒരു ബിവറേജ്, നമ്മൾ വിദേശ മദ്യം കിട്ടുന്ന ഒരു ബിവറേജ്. ഓക്കെ, അവിടെ ഒരു ക്യൂ ആയിട്ട് ആൾക്കാർ നിൽക്കും. ക്യൂ ആയിട്ട് നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി, നല്ല മാന്യന്മാരായിട്ട്. ഓക്കെ, ഇനി അതേ സ്ഥലത്ത് തന്നെ കുറെ ആൾക്കാർ തടിച്ചുകൂടി നിന്ന് ആ ക്യൂ ഒന്നും ഇല്ലാതെ ബഹളം വെച്ച് തടിച്ചുകൂടി ഒരു ആൾക്കൂട്ടമായിട്ട് നിന്ന് ആ ബിവറേജിൽ നിന്ന് സാധനം വാങ്ങാൻ നിന്നാലോ നമുക്ക് ഈസി ആയിട്ട് സാധനം വാങ്ങാനും പറ്റത്തില്ല. അത് തന്നെയാണ് സ്ട്രീം ലൈനും ടർബുലന്റും. ഓക്കെ, അതായത് ആൾക്കാർ തടിച്ചുകൂടി അകത്തോട്ട് കയറുന്ന ആ പരിപാടിനെ വേണമെങ്കിൽ നമുക്ക് ടർബുലൻസ് എന്ന് പറയാം. ഇനി ഒരു ലൈനായിട്ട്, സിംഗിൾ ലൈനായിട്ട് നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോകുന്നതിന് നമുക്ക് സ്ട്രീം ലൈൻ എന്നും പറയാം. ഓക്കെ, ലൈനായിട്ട് നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന പരിപാടി. അത് ഇവിടെ എങ്ങനെ വർക്കാവുമെന്ന് നോക്കാം. ഓക്കെ, ഇതുവഴി ഞാൻ പറഞ്ഞു എയറും ഫ്യൂലുമായിട്ട് കറക്റ്റ് കയറി പോകുന്ന ഒരു പാസേജാണ്. ഈ ഒരു പാസേജ് കണ്ട, ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല. കണ്ടോ എന്ത് സ്മൂത്ത് ആയിട്ടാണ് കിടക്കുന്നത്. ഈ കുഴികളെല്ലാം ഇതിനോട് അനുബന്ധമായിട്ട് വരുന്ന കുഴികൾ വളരെ സ്മൂത്ത് ആയിട്ട് അവർ റൗണ്ട് ഓഫ് ചെയ്ത് വിട്ടിട്ടുണ്ട്. കണ്ടോ. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് പൊക്കി കാണിച്ചു തരാം. ഇതാണ് സ്ലൈഡ് പൊങ്ങി കണ്ടോ. ഇതുവഴി നോക്കൂ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള എയർ ഫ്ലോ ആണ് ഇതുവഴി വരുന്നത്. അതായത് റെസ്ട്രിക്ഷൻസ് കുറവാണ്, എയറിന്റെ റെസ്ട്രിക്ഷൻസ്. ഇതുവഴി എയർ വരുമ്പോൾ ഇതുവഴി കയറി ഇതിന്റെ ഇപ്പുറത്ത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകും, ഈസി ആയിട്ട് ഇറങ്ങിപ്പോകും. ഒരു ലൈൻ നിൽക്കുന്ന പോലെ എയറിന് ഒരു സ്ട്രീം ലൈൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വെലോസിറ്റി വീണ്ടും കൂട്ടാൻ പറ്റും. ഇതുവഴി പോകുന്ന എയറിന്റെ വെലോസിറ്റി കൂട്ടും. ഓക്കെ, അപ്പോൾ സ്ട്രീം ലൈൻ ആണ് രണ്ടാമത്തെ ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതിനെന്തുകൊണ്ട് സ്ട്രീം ലൈൻ വരുന്നില്ല എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഒന്നാമത്തെ കാര്യം. ഇതിന്റെ ഷേപ്പ് കണ്ടോ, ഒരു സ്റ്റെപ്പായിട്ടുള്ള ഷേപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണെങ്കിലോ നല്ല കർവ് ചെയ്ത സംഭവം. ഇത് ഒന്നാമത്തെ കാര്യം സ്റ്റെപ്പ്. രണ്ടാമത്തെ ഇതിന്റെ ഇൻലെറ്റിലേക്ക് വേണ്ട ഹോളുകൾ കണ്ടില്ലേ, ഇവിടെ ഇവിടെ ഇവിടെ. അപ്പൊ 3 എണ്ണം ഉണ്ട്. ഈ 3 ഹോളുകൾ കണ്ടില്ലേ, ഈ 3 ഹോളുകളും എമർജ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫ്ലോയിന്റെ പാസേജിനെ, നമ്മുടെ പാത്തിനെ ഇത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്റ്റർബായി. ഒപ്പം തന്നെ നമ്മുടെ സ്ലൈഡിനെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ സ്ലൈഡ് ഇരിക്കുന്നുണ്ടോ. നമ്മുടെ സ്ലൈഡ് ഇങ്ങനെയാണ് കാർവേറ്ററിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡിന്റെ അടിവശം കാണുന്നുണ്ടോ, ഇത്രയും ഭാഗം വന്നു കയറുന്ന എയറിന്റെ ഫ്ലോയിനെ റെസ്ട്രിക്ട് ചെയ്യും. കണ്ടോ, ഇവിടെ വെച്ച് എയർ ഇങ്ങനെ വരും, ഇതിനകത്ത് കയറി കളിച്ചതിന് ശേഷം മാത്രമേ വഴിപ്പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും റെസ്ട്രിക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ഈ റെസ്ട്രിക്ഷൻ ഫോം ചെയ്യുന്നതിനെയാണ് ടർബുലന്റ് എന്ന് പറയുന്നത്. അതായത് എയറിന്റെ സ്മൂത്ത് ആയിട്ടുള്ള പാസേജിന് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ടർബുലേഷൻ ഫോം ചെയ്യും. അതിനുശേഷം പിന്നെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതുവഴി പോകുന്ന എയറിന്റെ ടർബുലന്റ് ഫോം ചെയ്യാൻ ഇങ്ങനെ ഇത്രയും ഒരു സംഭവം ഭയങ്കര മോശമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി UFO എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു പ്ലാസ്റ്റിക് പീസൊക്കെ വരുന്നുണ്ട്. UK യിലും USA യിലുള്ള ടീമൊക്കെ അറിയായിരിക്കും, അവർക്ക് ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ പീസ് ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരുന്ന ടർബുലൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മളുടെ ഒന്നും മിക്കുനി കാറുകളിലൊന്നും ഇത് വരാറില്ല. ഇത് ഒരു മോഡിഫിക്കേഷൻ പരിപാടിയാണ്. US ലും UK യിലൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, 1-2 വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് സായിപ്പന്മാരുടെ. ഓക്കെ, അപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് ടർബുലന്റ് കൂടുതലായിരിക്കും. പിന്നെ രണ്ടാമത്തതാണ് ഇവിടെ ഈ ഒരു സാധനം കണ്ടില്ലേ, ഇത് ഇങ്ങനെയാണ് കയറി പോണത്. അപ്പോൾ നീഡിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ കണ്ട, ഇത് കർവ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ സെന്ററിൽ തിളക്കവും ഇടതും വലതും ഇരുട്ടും കണ്ടോ. ആ ഇരുട്ട് തന്നെയാണ് നമ്മുടെ എയറിന് സംഭവിക്കുന്നത്. എയർ ഇതുവഴി കയറുമ്പോൾ ഈ ഇടതുവശത്തും വലതുവശത്തും ആ ഇരുട്ട് കാണുന്ന സ്ഥലത്ത് ടർബുലൻസ് ഫോം ചെയ്യും. കാരണം ഫ്ലാറ്റ് അല്ല, ഒരു മതിൽ കെട്ടിയ പോലെ നിൽക്കുകയല്ല, പകരം ഒരു മതിൽ കർവായി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിലും ടർബുലന്റ് ഫോം ചെയ്യും. വീണ്ടും നമ്മുടെ ഈ സെന്ററിൽ ടർബുലന്റ് ഫോം ചെയ്യില്ലേ, അതുപോലെ ഇവിടത്തെയും എയറിന്റെ വെലോസിറ്റി കുറയും. അപ്പോൾ വീണ്ടും നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് വീണ്ടും കുറയും. അപ്പോൾ ഈ രണ്ടാമത്തെ കാരണം ഇതാണ് നമ്മളുടെ കാർബറേറ്ററിന്റെ, അതാണ് നമ്മുടെ ടർബുലൻസ്. ഓക്കെ, മൂന്നാമത്തെ കാരണം ഒന്നുകൂടെ പറയാം.
അതാണ് നമ്മുടെ എന്താ സ്ലൈഡിന്റെ ലെങ്ത്, ടോട്ടാലിറ്റി ലെങ്ത്, അതാണ് മൂന്നാമത്തത്. അതായത് ഇതിന്റെ ഡയമീറ്റർ നമ്മൾ എടുത്തു നോക്കിയാൽ എത്ര വരുമോ അതിന്റെ പകുതിയെ വരത്തുള്ളൂ നമ്മുടെ സ്ലൈഡറിന്റെ ഡയമീറ്റർ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ക്വിക്ക് റെസ്പോൺസും സഡൻ ആയിട്ടുള്ള ആക്സലേഷനും ഈസി ആയിട്ട് ഈ ഒരു കാർബറേറ്ററിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാർബറേറ്റർ വാങ്ങാൻ കുറച്ച് വില കൂടുതലായിരിക്കും. വില കൂടുന്നതിന്റെ മെയിൻ കാരണം ഇത് ഉണ്ടാക്കാനുള്ള പരിപാടി തന്നെയാണ്. ഹോളോ ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് ഈസി ആയിട്ട് അലുമിനിയം കാസ്റ്റിംഗ് വഴി ഉണ്ടാക്കിയെടുക്കാം. സിമ്പിൾ ആണ് അല്ലേ? ഇതിന്റെ സെന്ററിൽ ഒരു ഇരുമ്പ് പീസും വെച്ചിട്ട് ഇതുപോലെ ഒരു അച്ചുണ്ടാക്കിയിട്ട് അലുമിനിയം ഉരുക്കി ഒഴിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷേ നമുക്ക് PWK അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. കാരണം ഒന്ന്, ഇതിന്റെ കണ്ടില്ലേ, ഇതിന്റെ ഈ രണ്ട് സൈഡിലെ ഔട്ടർ സൈഡ് കാണുന്നുണ്ടോ, ഈ ഡി സ്ലൈഡിന്റെ ഇവിടെയും കാണുന്നുണ്ടല്ലേ, ഇത് കാസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ വളരെ പ്രശ്നമായിരിക്കും. അപ്പൊ നമുക്ക് ബില്ലറ്റ് ലൈറ്റിങ്ങിലോ അല്ലെങ്കിൽ CNC ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ ഇന്റേണൽ പാസേജിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടിന്റെയും ഇങ്ങനത്തെയും ഒരു കുഴപ്പമുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കേസ്, ഇനി നാലാമത്തത് ഇതുണ്ടായി. ഇനി നാലാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാണ് സ്ലൈഡിന്റെ എന്താ ക്ലിയറൻസ്. ഇത് കണ്ടോ, ഇതിന്റെ ക്ലിയറൻസ് കണ്ടോ, ചെറുതായിട്ട് അനങ്ങുന്ന കണ്ടോ, ഈ ഒരു സാധനം ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്. അതായത് ഈ സ്ലൈഡിന്റെ ഇത് ഫീമെയിൽ, ഇത് മെയിൽ, ഇത് തമ്മിലുള്ള ക്ലിയറൻസിന്റെ ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഹയർ RPMകളിലേക്ക് പോകുമ്പോൾ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ നടന്ന് വിറയ്ക്കും. ഇങ്ങനെ നടന്ന് വിറയ്ക്കുന്ന സമയത്തും അവിടെ എയറിന്റെ ഫ്ലോയിന് റെസ്ട്രിക്ഷൻസ് വരും. അങ്ങനെയും ഒരു കുഴപ്പമുള്ളൂ. മറിച്ച് ഇവിടെ ആണെങ്കിൽ ആ പ്രശ്നമില്ല. ഇതിന്റെ ക്ലിയറൻസ് എന്ന് പറയുന്നത് CNC ലൈറ്റിൽ കയറ്റി കറക്റ്റ് ചെയ്തൊരു സംഭവമാണ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, ഇതിന്റെ സ്ലൈഡ് അലുമിനിയം ആണെങ്കിലും ഇതിന്റെ മണ്ടേ കൂടെ അവര് നിക്കൽ കോട്ടിംഗ് ചെയ്തിട്ടാണ് ഇതിന്റെ സ്ലൈഡ് തരുന്നത്. ഓക്കെ, അപ്പോൾ സ്ലൈഡിന്റെ വിയർ ആൻഡ് ടിയറും വളരെ കുറവായിരിക്കും. അങ്ങനെയും ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ സ്ലൈഡിന് ഇതിന്റെ അകത്തുള്ള ടോളറൻസ് വളരെ കുറവാണ്. ഓക്കെ, ടോളറൻസ് എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് മാത്രമല്ല, അതിന്റെ ഫിറ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാം വരും. ക്ലിയറൻസ് മാത്രം നിങ്ങൾ വിചാരിക്കുക, ടോളറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടും. ഫിറ്റ്മെന്റ് വരും, ക്ലിയറൻസ് വരും, അതിന്റെ ഇന്റർഫറൻസ് വരും, എല്ലാം വരും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് പുതിയ ടെക്നോളജി ആയതുകൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ പണ്ടത്തെ കാർബാണ്. ഈ സമയത്തൊന്നും CNC ഉപയോഗിച്ചൊന്നും അല്ല ഈ കാർബ് നിർമ്മിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ, ഇത് ഇത്രയും CNC കട്ടാണ് കണ്ടില്ലേ, ആ ഒരു പാസേജിന്റെ ഫ്ലോ. ഓക്കെ, പിന്നെ ഇതിന് വരുന്ന ഏറ്റവും വേറൊരു പ്ലസ് പോയിന്റ് ആണ് പവർ ജെറ്റ് എന്ന് പറയുന്ന സംഭവം. ഈ കാണുന്നതാണ് പവർ ജെറ്റിന്റെ പാസേജ്. അപ്പം കാർബറേറ്ററിന്റെ ഫ്ലോട്ടിൽ നിന്നും ഫ്യൂല് ഇതുവഴി കയറി ഇനി മുകളിലെത്തും. അത് എപ്പോഴും എത്തില്ല. ഇതിനകത്തുള്ള സിഗ്നലിന്റെ സ്ട്രെങ്ത് മാക്സിമം ആകുമ്പോൾ, അതായത് ഒരു വൈഡ് ഓപ്പൺ ത്രോട്ടിൽ, അതായത് ഓപ്പൺ ത്രോട്ടിൽ വരുമല്ലോ, നമ്മുടെ ത്രോട്ടിൽ ഫുള്ളി ഓപ്പൺ ചെയ്യുന്ന കണ്ടീഷനിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതുവഴി ഫ്യൂല് കയറി ഇതുവഴി വന്ന് ഇതുവഴി സ്പ്രേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഹയർ RPMകളിൽ എഞ്ചിൻ കുറച്ചുകൂടെ കൂളായിട്ട് റണ്ണാവും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വെഞ്ചുറി മീറ്റേഡും ഒപ്പം തന്നെ PWK കാർബും തമ്മിലുള്ള ഡിഫറൻസുകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.